യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ തെറിവിളി പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമ്പള്ളിയും ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ സുധാകറും തമ്മിലാണ് സംഭാഷണം. യങ് ഇന്ത്യ 2.0 ജില്ലാ പര്യടനത്തിന്റെ പോസ്റ്ററിൽ ഫോട്ടോ വെക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. എന്ത് പണിയെടുക്കുന്നതിന്റെ കഥയായി പറയുന്നത്? അല്ല, നിങ്ങൾ എന്ത് പണിയെടുക്കുന്നതിന്റെ കഥയായി പറഞ്ഞേ? നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്തിനാ എന്റെ ഇല്ല കമ്മിറ്റിക്ക് നിങ്ങളാണല്ലോ മടിയിലല്ലേ ഞാൻ വന്നിരിക്കല്. അടിച്ച് ഇങ്ങനെ ഓരോന്ന് വിടല് തന്നെ. ഒരു പണിയെടുക്കണം. പോസ്റ്ററിൽ തലവണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു പോസ്റ്ററിൽ? എന്താ വേണ്ടെന്ന് പറയേണ്ട ആവശ്യം? എന്താ വെക്കാനാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെക്കും. ഈ വെക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ അന്തസ്സും സംസ്കാരവും കളയല്ല. നിങ്ങൾ എന്നോട് ഞാൻ വെള്ളടിച്ചിട്ട് വർത്താൻ പറഞ്ഞു. എന്താ എടുക്കാന്നില്ല പറഞ്ഞു. അത് പറ ആദ്യം. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. നിഖിൽ, ഇങ്ങനെയാണോ യങ് ഇന്ത്യ, ഇങ്ങനെയാണോ മാതൃകയാകേണ്ടവർ? ഏതായാലും നേരത്തെ സംസ്ഥാന തലത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ യങ് ഇന്ത്യ പര്യടനം ഉണ്ടായിരുന്നു. അത് താഴെ തട്ടിലേക്ക് പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതായിരുന്നു ലക്ഷ്യം. അതിന്റെ ചുവട് പിടിച്ച് ജില്ലാ തലത്തിലും ഇത്തരത്തിൽ യങ് ഇന്ത്യ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പോസ്റ്ററിൽ ഫോട്ടോ വെക്കുന്നത് സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു തർക്കം രൂപപ്പെട്ടത്. യങ് ഇന്ത്യ പരിപാടിയുടെ ജില്ലാ തലത്തിലുള്ള പര്യടനത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെയും ഒപ്പം തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താനായിരുന്നു തീരുമാനം. എന്നാൽ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ തന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തണമെന്ന് റോബർട്ട് വെള്ളാമ്പള്ളി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തെ പരിപാടിയുടെ പോസ്റ്ററിൽ മാത്രം റോബർട്ടിന്റെ ഫോട്ടോ വെക്കാം എന്ന തരത്തിലേക്കും ചർച്ചകൾ പോയി. അതേസമയം തന്നെ ഈ അശ്വിൻ സുധാകർ, ജില്ലാ വൈസ് പ്രസിഡന്റായ അശ്വിൻ സുധാകർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കാര്യമായി പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്വിന്റെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന തരത്തിൽ കൂടി ചർച്ചകൾ വന്നു. ഇതെല്ലാം കൂടിയാണ് ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് ഏറ്റവും ഒടുവിൽ ഈ തെറിവിളി അഭിഷേകമുള്ള ഒരു ഫോൺ കോളിലേക്ക് എത്തിയത്. ശരി നിഖിൽ.